Hello all, welcome to the Discuss Point. House of the Dragon സീസൺ 3 എപ്പിസോഡ് 4 ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ എപ്പിസോഡ് 4 കുറിച്ച് സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്, സോ സ്പോയിലേഴ്സ് ഉണ്ടാവും. എപ്പിസോഡ് കാണാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് എപ്പിസോഡ് പോയി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണണം. എപ്പിസോഡ് 4 വരുന്നതിന് മുമ്പായിട്ട് എപ്പിസോഡ് 3 ഫൈനൽ സീനിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഓർമൺ ഹൈടവറും അദ്ദേഹത്തിന്റെ ആർമിയും കൂടെ ടെമ്പിൾ ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റ് ടൗൺ പിടിച്ചടക്കിയിട്ടുണ്ട്. ഈ ടെമ്പിൾ ടൗൺ എന്ന് പറഞ്ഞാൽ കിങ്സ് ലാൻഡിംഗ് ആയിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു മാർക്കറ്റ് ടൗൺ ആണ്. നമ്മൾ ബുക്കിലെ കഥകളിലേക്ക് വരികയാണെങ്കിൽ ഡാൻസ് ഓഫ് ദ ഡ്രാഗന്റെ അകത്തുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് 2 ബാറ്റിൽസ് നടക്കുന്നത് ഈ ടെമ്പിൾ ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ്. എപ്പിസോഡ് 4 തുടങ്ങുന്നത് തന്നെ ടെമ്പിൾ ടൺ നഗരം കാണിച്ചിട്ടാണ്. ഈ ടെമ്പിൾ ടണിൽ ഓൾറെഡി ഹൈടവർ ആർമി സെറ്റിൽഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെമ്പിൾ ടണിന്റെ റൂളറാണ് ലോർഡ് ഫൂട്ട്ലി. ഈ ലോർഡ് ഫൂട്ട്ലിയുടെ കാസിലാണ് ഓർമൺ ഹൈടവർ ഡയറൻ ടാർഗേറിയനും ഇപ്പം നിൽക്കുന്നത്. ആൻഡ് ലോർഡ് ഫൂട്ട്ലിയും ലേഡി ഫൂട്ട്ലിയും ഓർമൺ ഹൈടവറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഇനിഷ്യലി കാണിക്കുന്നുണ്ട്. അതിൽ ലോർഡ് ഫൂട്ട്ലിയോട് ഓർമൺ ഹൈടവർ പറയുന്നുണ്ട്, നിങ്ങൾ ബ്ലാക്സിനോട് അലയൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒക്യുപ്പൈ ചെയ്തെന്ന് പറയുമ്പോൾ ലോർഡ് ഫൂട്ട്ലി പറയുന്നുണ്ട്, ഈ ടെമ്പിൾ ടൺ ഒരു ബാറ്റിലിന് റെഡി ആയിട്ടുള്ള ഒരു ടൗൺ അല്ല, ഇതൊരു മാർക്കറ്റ് ടൗൺ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓർമൺ ഹൈടവർ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഓക്കെ പേടിച്ചിട്ടാണോ അലയൻസ് ബ്ലാക്സിന് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ലേഡി ഫൂട്ട്ലി പറയുന്നുണ്ട്, അല്ല, റെനീറയാണ് ദ റൈറ്റ്ഫുൾ ക്യൂൻ, അതുകൊണ്ടാണ് റെനീറയ്ക്ക് അലയൻസ് കൊടുത്തതെന്ന്. ഈ കോൺവെർസേഷനിലുടനീളം ലേഡി ഫൂട്ട്ലി ഭയങ്കര സ്ട്രോങ് ആയിട്ടും അതുപോലെ തന്നെ ലോർഡ് ഫൂട്ട്ലി കുറച്ച് പേടിച്ചിട്ടുമാണ് ഓർമണ്ടുമായിട്ട് സംസാരിക്കുന്നത്. അതിന് മറുപടിയിട്ട് ഓർമണ്ട് റെനീറയെ റെപ്രസെന്റ് ചെയ്യുന്നത് എ ബിച്ച് വിത്ത് ഡ്രാഗൺ എന്നാണ്. അതിന്റെ കൂടെ തന്നെ ഓർമണ്ട് പറയുന്നുണ്ട്, ഓർമണ്ട് പർപ്പസ് എന്താണെന്ന് വെച്ചാൽ റീസ്റ്റോർ ദ റൈറ്റ്ഫുൾ ലൈൻ ടു ദ അയൺ ത്രോൺ. പിന്നെ ഈ സീനിൽ തന്നെ ഡേറനെ കാണിക്കുന്നുണ്ട്. ഡേറൻ ഏഗോൺ ഏമണ്ടും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൈൻഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഓർമണ്ടും ഡേറനും തമ്മിൽ ഒരുപാട് ഇന്ററാക്ഷൻസ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ അതിലേക്കൊക്കെ പിന്നെ വരാം. അതുപോലെ തന്നെ ഈ സീനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ലോർഡ് ബോറിസ് ബറാത്തിയന്റെ ഒരു റേവൺ വന്നിട്ടുണ്ട്, ടോം സെന്റ് എന്ന്. ലോർഡ് ബോറിസ് ബറാത്തിയന്റെ ആർമി ഹൈടവർ ആർമിയെ സപ്പോർട്ട് ചെയ്യാൻ വരേണ്ടതാണ്, പക്ഷെ അവരിതുവരെ എത്തിയിട്ടില്ല. ഇതിന് കാരണം എയ്മണ്ട് മുമ്പ് ലോർഡ് ബോറിസ് ബറാത്തിയന് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. ഗ്രീൻസിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ലോർഡ് ബോറിസ് ബറാത്തിയന്റെ ഏതെങ്കിലും ഒരു ഡോട്ടറിനെ എയ്മണ്ട് കല്യാണം കഴിക്കുന്നുണ്ട്. സോ എയ്മണ്ട് ഇപ്പൊ മിസ്സിംഗ് ആണ്. എയ്മണ്ട് എവിടെയാന്നുള്ള കാര്യം ആർക്കും അറിയില്ല. സോ അതുകൊണ്ടാണ് ബോറിസ് ബറാത്തിയൻ അദ്ദേഹത്തിന്റെ ആർമിനെ അയക്കാത്തതെന്ന് ഓർമണ്ട് പറയുന്നുണ്ട്. പിന്നെ അടുത്ത സീനിലായിട്ട് റെനീറയുടെ കൗൺസിലാണ് കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, റെനീറ കിങ്സ് ലാൻഡിംഗിൽ എത്തിയതിന് ശേഷം ഫുള്ള് പ്രശ്നങ്ങളാണ്. കിങ്സ് ലാൻഡിംഗിൽ ഓൾറെഡി വെൽത്ത് ഇല്ല, വെൽത്ത് മൊത്തം അവിടുന്ന് ഗ്രീൻസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആഡമിനെയും ആലനെയും ലെജിറ്റിമൈസ് ചെയ്യുന്നതിന്റെ പേരിൽ ലോർഡ് കോർലിസുമായിട്ടുണ്ടായിട്ടുള്ള വാക്തർക്കത്തിന് ശേഷം ലോർഡ് കോർലിസ് ഇപ്പം കൗൺസിലിനകത്തില്ല. അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഓർമൺ ഹൈടവറിനെ കൊണ്ടുള്ള തലവേദന. ഈ ഓർമൺ ഹൈടവറിന്റെ ത്രെറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടെമ്പിൾ ടൺ മൊത്തം ഡ്രാഗൺസിനെ വിട്ട് കത്തിക്കുക എന്നുള്ളതാണ് റെനീറയ്ക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ഓപ്ഷൻ. കാരണം ടെമ്പിൾ ടൺ ഇരിക്കുന്നത് കിങ്സ് ലാൻഡിംഗ് ആയിട്ട് വളരെ അടുത്താണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ടെമ്പിൾ ടൺ റെനീറയായിട്ട് അലയൻസ് പ്രഖ്യാപിച്ചൊരു നഗരമാണ്. അവിടുത്തെ ആളുകൾ മൊത്തം തീയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ റെനീറയെ നാളെ ബാക്കിയുള്ള ഹൗസസ് മൊത്തം മെയ്ഗർ റിട്ടേൺസ് എന്ന് പറയുന്ന റെനീറ പറയുന്നുണ്ട്. ഈ മെയ്ഗറിനെ കുറിച്ചിട്ട് ബുക്കിലെ കഥയിൽ പറയുന്നത് ഏഗോൺ ദ കോങ്കററിന്റെയും വിസെന്നെ ടാർഗേറിയന്റെയും മകനാണ്. ആൻഡ് മെയ്ഗർ അറിഞ്ഞിരുന്നത് തന്നെ മെയ്ഗർ ദ ക്രൂവൽ എന്നാണ്. ഈ ടാർഗേറിയൻ ലിനേജിൽ തന്നെ ഏറ്റവും ക്രൂവൽ ആയിട്ടുള്ള ടാർഗേറിയൻ ആയിട്ടാണ് മെയ്ഗറിനെ ആളുകൾ പറയപ്പെട്ടിരുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് റെഡ് കീപ്പിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത് മെയ്ഗർ ആണ്. സോ അതിലെ സീക്രട്ട് പാസ് ഒന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ആർക്കിടെക്ടിനെയും അതുപോലെ അവിടെ പണിയെടുത്ത ജോലിക്കാർക്കെല്ലാം വലിയൊരു ഫീസ്റ്റ് ഒരുക്കി അവിടേക്ക് ക്ഷണിച്ചിട്ട് അവിടെ വെച്ച് സൈന്യത്തിന് വെച്ച് മൊത്തം കൊന്നു കളയാണ് മെയ്ഗർ ചെയ്തത്. സോ റെനീറ ഇപ്പൊ ടെമ്പിൾ ടണ്ണിനെ ഡ്രാഗൺസ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഹൗസസ് മൊത്തം റെനീറയെ മെയ്ഗറുമായിട്ട് കമ്പയർ ചെയ്യുന്നുള്ള പേടി റെനീറയ്ക്ക് ഉണ്ട്. മുന്നത്തെ എപ്പിസോഡിലായിട്ട് റെനീറ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റെനീറയ്ക്ക് വിസേരിയസിനെ പോലെ ഒരു കൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെർസിഫുൾ ആയിട്ടുള്ള ഒരു കിങ് ആയിട്ടോ അല്ലെങ്കിൽ ഭരണാധികാരിയായിട്ടോ അറിയപ്പെടാനാണ് ആഗ്രഹം എന്ന് റെനീറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ പ്രതിവിധിയായിട്ട് ഗ്രാൻഡ് മേസ്റ്റർ പറയുന്നത് റിവർലാൻഡിലുള്ള ഡെയ്മണ്ട് ആർമി കിങ്സ് ലാൻഡിംഗിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് അവർ വെളുത്തും. സോ അവർ വന്നു കഴിഞ്ഞാൽ അവരെ വെച്ചിട്ട് ടെമ്പിൾ ടണ്ണിലുള്ള ഗ്രീൻസിന്റെ ആർമീനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ലെസ് ബ്ലഡ് ഷെഡ് ആയിരിക്കും കമ്പയർഡ് ടു ഡ്രാഗൺസ് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട്. സോ ആ ഒരു ഓപ്ഷൻ എടുക്കാമെന്ന് ഗ്രാൻഡ് മേസ്റ്റർ പറയുന്നു. മിസേരിയും അത് എഗ്രി ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഐഡിയ കൊടുത്തത് കൊണ്ട് തന്നെ ഗ്രാൻഡ് മേസ്റ്ററോട് പറയുന്നുണ്ട്, റെനീറയോട് ലോയൽറ്റി കാണിക്കുകയാണെങ്കിൽ ഗ്രാൻഡ് മേസ്റ്റർക്ക് കൗൺസിലിൽ ഒരു പെർമനന്റ് അംഗത്വം കൊടുക്കാമെന്ന് റെനീറ പറയുന്നുണ്ട്. ആൻഡ് ഗ്രാൻഡ് മേസ്റ്റർ അത് 2 കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. സോ ഓർമണ്ടിന്റെ കാര്യത്തിൽ ഇപ്പൊ തൽക്കാലം ഒരു പരിഹാരമായി. ഇനിയിപ്പോ അടുത്തത് കിങ്സ് ലാൻഡിങ്ങിന് വെൽത്ത് ഇല്ലെന്നുള്ള പ്രശ്നമാണ്. സോ അതിനൊരു പ്രതിവിധിയായി ലേഡി മെസേരിയ പറയുന്നുണ്ട്,
പറയുന്നുണ്ട് ഒരു മാസ്റ്റർ ഓഫ് കോയിനെ അപ്പോയിന്റ് ചെയ്താൽ മതി, അങ്ങനെ ആവുമ്പോൾ നാളെ ആളുകൾ നമ്മുടെ വെൽത്തിനെ കുറിച്ച് അറിയുമ്പോൾ അതിന്റെ ബ്ലെയിം മാസ്റ്റർ ഓഫ് കോയിന്റെ തലയിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പൊ റെനീറ സർ ടോറൻ മൺലിയെ മാസ്റ്റർ ഓഫ് കോയിൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഈ സർ ടോറൻ മൺലിയെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ റെനീറ അവിടുത്തെ റിച്ച് ഹൗസസിനൊക്കെ ഒരു ഫീസ്റ്റ് കൊടുത്ത സമയത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സീനിൽ പറയേണ്ട വേറെ കാര്യം കൂടാണ്, റെനീറ പുതിയൊരു ക്യൂൻസ് ഗാർഡിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എപ്പിസോഡിൽ റെനീറയുടെ ക്യൂൻസ് ഗാർഡ് ആയിട്ടുണ്ടായിരുന്നു ഗോൾഡ് ക്ലോക്കിന്റെ കമാൻഡർ ആയിരുന്നു. അതുപോലെ അടുത്ത സീനിലായിട്ട് റെനീറ ആലിസന്റിന്റെ അടുത്ത് ഓർമൺ ഹൈടവറിന്റെ ഡീറ്റെയിൽസ് വല്ലതും അറിയാൻ പറ്റുമെന്ന് അന്വേഷിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ആലിസന്റിന് ഓർമൺ ഹൈടവറിനെ കുറിച്ച് അധികം ഒന്നും അറിയില്ല, കാരണം ആലിസന്റ് നന്ന ചെറുപ്പത്തിൽ തന്നെ കിങ്സ് ലാൻഡിംഗിലേക്ക് വന്നിട്ടുള്ളതാണ്. ആലിസന്റ് പറയുന്നുണ്ട് സർ ഗെയിൻ പറഞ്ഞിട്ടുണ്ട് ഓർമൺ ഹൈടവർ ഭയങ്കര ക്രൂവൽ ആണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഓർഡർ സെൻസിറ്റീവ് ആണെന്നും ആലിസന്റ് റെനീറയോട് പറയുന്നുണ്ട്. ഈ ഓർമൺ ഹൈടവർ ഓർഡർ സെൻസിറ്റീവ് ആണെന്നുള്ള കാര്യം അത്യാവശ്യം പ്ലോട്ടിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ആലിസന്റ് അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് ഓർമൺ ഹൈടവറിന്റെ കൈ കിട്ടുമ്പോൾ ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള ഒരാളാണ് കൊണ്ടു കൊടുക്കുന്നത്. സോ ഓർമൺ ഹൈടവർ അന്നേരം ഒരു പെർഫ്യൂം ബോട്ടിൽ പോലെ ഒരു സാധനം വെച്ചിട്ട് സ്മെൽ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എപ്പിസോഡിലും പല സീനുകളിലായിട്ട് ഓർമൺ ഹൈടവർ ആ പെർഫ്യൂമിന്റെ ബോട്ടിൽ റീഫിൽ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ ഈ ഓർഡർ സെൻസിറ്റിവിറ്റിക്ക് വരുന്ന എപ്പിസോഡിലെ പ്ലോട്ടുകളിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തൊരു സീനിലായിട്ട് ലോർഡ് കോർലിസ് വെല്ലാരിയനും ആലന ഫള്ളും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ കാണിക്കുന്നുണ്ട്. ലോർഡ് കോർലിസ് വെല്ലാരിയൻ ഫ്രസ്ട്രേറ്റഡ് ആണ്, കാരണം ആലന ഫള്ളിനെയും ആഡം ഫള്ളിനെയും റെനീറ ലെജിറ്റിമൈസ് ചെയ്യാൻ തയ്യാറായില്ല. ലോർഡ് കോർലിസ് വെല്ലാരിയൻ കിങ്സ് ലാൻഡിംഗ് വിട്ടിട്ട് ട്രയാർക്കിയുടെ ബാക്കിയുള്ള ആർമിയായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാണെന്നാണ് പറഞ്ഞു പോകുന്നത്. ആൻഡ് ആലന ഫള്ളിനോട് റെനീറയുടെ കൗൺസിലെ മാറ്റേഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ആൻഡ് ഈ ആലന ഫള്ള് മേ ബി വരുന്ന എപ്പിസോഡിൽ നല്ലൊരു ഹാൻഡായി മാറാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം ഈ ഒരു സീനിൽ തന്നെ ആലന ഫള്ള് ലോർഡ് കോർലിസിനോട് പറയുന്നുണ്ട് ആങ്കർ ഈസ് നോട്ട് സംതിങ് ദാറ്റ് ക്യാൻ ബി എൻഡഡ് വിത്ത് ബ്ലേഡ് എന്ന്. അതുപോലെ തന്നെ ഈ കാര്യം ഇൻഫോം ചെയ്യാൻ റെനീറ എടുത്ത് വരുമ്പോൾ റെനീറ പറയുന്നുണ്ട് കോർലിസ് വെല്ലാരിയനെ ആർമിയെ വിട്ട് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ, ഇവിടെ കിങ്സ് ലാൻഡിംഗ് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി തീർക്കാനുണ്ട്, അതിന് ഹെൽപ്പ് ചെയ്യാതെ ലോർഡ് കോർലിസ് വെല്ലാരിയൻ പോയതിൽ റെനീറ ഒരു പരിഭവം പറയുമ്പോൾ അതിന് ആലന ഫള്ള് പറയുന്നത് എന്റെ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, ആളാകെ തകർന്നിരിക്കുകയാണ്, മേ ബി എ ഫൈറ്റ് മേ ഹാവ്സ് ഹെൽപ്സ് ഇൻ. സോ ആലന ഫള്ളിന് നല്ലൊരു ഹാൻഡായി മാറാനുള്ള എല്ലാ ഒരു ക്വാളിറ്റിയും കാണുന്നുണ്ട്. കാരണം സിറ്റുവേഷൻ അനുസരിച്ചിട്ട് റീസണിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എലിയുടെ പ്രോബ്ലത്തിന് ആലന ഫള്ള് പൂച്ചയെ വളർത്തിയാൽ മതി എന്നുള്ളൊരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ഒരു നല്ലൊരു പ്രോബ്ലം സോൾവർ ആയിട്ട് തോന്നുന്നുണ്ട് ആലന ഫള്ളിനെ. അതുപോലെ തന്നെ അടുത്ത സീനിലായിട്ട് ക്രിസ്ത്യൻ കോളും സെർഗെയിനും ആരൻഹെല്ലിലേക്ക് എത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. ആരൻഹെല്ലില് എയ്മണ്ടിനെ അവർ തെരഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും എയ്മണ്ടിനെ കണ്ട് കിട്ടുന്നില്ല. ആൻഡ് ആരൻഹെല്ലിൽ ഇപ്പൊ ആകെ ബാക്കിയുള്ളത് ആലിസ് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിച്ചാണ്. ആൻഡ് ആലിസ് റിവേഴ്സിനെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആട് കരയുന്നതായിരിക്കും കേൾക്കാം. ത്രൂ ഔട്ട് ഈ സീരീസിൽ എപ്പോഴൊക്കെ ആലിസ് റിവേഴ്സ് വരുന്നുണ്ടോ അതിനു മുമ്പായിട്ട് ഒരു ആടിനെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ആടിനെ കാണിക്കുന്നില്ല, ഒരു ആടിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ ആലിസ് റിവേഴ്സിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ആലിസ് റിവേഴ്സ് പറയുന്നുണ്ട് എയ്മണ്ട് ഇവിടെ ഇല്ല, എയ്മണ്ട് ഇവിടുന്ന് പോയെന്നാ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ആലിസ് റിവേഴ്സ് കിങ്സ് ലാൻഡിംഗ് റെനീറ പിടിച്ചടക്കി എന്നുള്ള കാര്യവും ക്രിസ്ത്യൻ കോളിനോടും സെർഗിയനോടും പറയുന്നുണ്ട്. കിങ്സ് ലാൻഡിംഗ് റെനീറ പിടിച്ചടക്കിയത് കേൾക്കുമ്പോൾ സെർഗിയൻ പറയുന്നത് ഓക്കെ നമുക്ക് തിരിച്ച് ടെമ്പിൾട്ടണിലേക്ക് പോവാം, ഓർമണ്ടിന്റെ ആർമിയുടെ അടുത്തേക്ക് പോകാന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ കോൾ അത് സമ്മതിക്കുന്നില്ല. ക്രിസ്ത്യൻ കോളേജ് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ എന്നിട്ട് റിവർ ലാൻഡ്മാന്റെ ആർമി വരുന്നുണ്ട്, സോ അവരെ അറ്റാക്ക് ചെയ്യാന്നാ പറയുന്നത്. പക്ഷെ റിവർ ലാൻഡ്മാന്റെ ആർമി ഓൾമോസ്റ്റ് 20 times ഹയർ ദാൻ ക്രിസ്ത്യൻ കോളിന്റെ ആർമിയാണ്. സോ അത് ഒരു സേഫ് ഓപ്ഷൻ അല്ലെന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ കോൾ പറയുന്നത് ഈ ഡ്രാഗൺസിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനായിട്ട് ബെറ്റർ ആണ് മാൻ ടു മാൻ ഫൈറ്റ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് നടന്ന റൂക്രസ്റ്റിലെ ബാറ്റിൽ ക്രിസ്ത്യൻ കോളിനെ വല്ലാതെ ആസ് എ വോരിയർ തളർത്തിയിട്ടുണ്ടെന്ന് ലാസ്റ്റ് 2 എപ്പിസോഡിന്ന് ഭയങ്കര വിസിബിൾ ആണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഏഗോണിനെയും അതേപോലെ ലോർഡ് ലാരി സ്ട്രോങ്ങിനെയും കുറിച്ചാണ്. എനിക്ക് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ ആസ് എ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഏഗോണിന് ഈ എപ്പിസോഡുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഏഗോൺ ഇപ്പൊ കടന്നു പോകുന്ന സിറ്റുവേഷന് ശേഷം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഏഗോൺ ലാരി സ്ട്രോങ്ങിനെയും കൂട്ടിയിട്ട് റൂക്രസ്റ്റിൽ സൺഫയർ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആൻഡ് സൺഫയറിനെ കാണുമ്പോൾ ഏഗോൺ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. അത് മാത്രമല്ല ഏഗോൺ റിപ്പീറ്റ്ലി പറയുന്നുണ്ട് സൺഫയർ മരിച്ചിട്ടില്ലെന്ന്. ആൻഡ് ലാരി സ്ട്രോങ് ഏഗോൺ അത് തോന്നുന്നതാണെന്ന രീതിയിൽ സംസാരിച്ചിട്ട് ഏഗോൺ അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് സൺഫയറിന്റെ ബോഡിയുടെ അടുത്ത് ഓൾറെഡി ഒരു സ്കാവഞ്ചേഴ്സ് ഇട്ടിരിക്കുന്നുണ്ട്. അവര് ആർക്കെങ്കിലും സൺഫയറിനെ കാണണമെങ്കിൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം, എന്നാൽ മാത്രമേ സൺഫയറിനെ കാണാൻ പറ്റൂ എന്നുള്ളൊരു അങ്ങനെ ഒരു കാര്യത്തിൽ മുതലെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളായിട്ടാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ലാരി സ്ട്രോങ്ങും ഏഗോണും കൂടെ റൂക്രസ്റ്റിലേക്ക് പോകുന്നുണ്ട്. റൂക്രസ്റ്റില് ക്യൂൻ റെനീസിന്റെ ഡ്രാഗൺ
മെലീസിന്റെ ബോഡി അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു പറ്റ ആളുകൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ക്യാമ്പ് ചെയ്യുന്ന ആളുകളെ കൂടെ ഇവർ കൂടുന്നുണ്ട്. ആൻഡ് അവിടുന്ന് ക്യാമ്പിലുള്ള ലീഡർ ഈഗോണിനെ വല്ലാതെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സിറ്റുവേഷനിൽ ഈഗോണിനെ കൊണ്ട് ആ ക്യാമ്പ് ലീഡറിന്റെ ഷൂവിൽ ഉമ്മ വെപ്പിക്കുന്ന പോലും ഉണ്ട്. ഈ ഈഗോണും റെനീറയൊക്കെ കാസിലിൽ ജീവിച്ച ആളുകളാണ്. അവർക്ക് ഈ മോൾ ഫോക്സിന്റെയോ അല്ലെങ്കിൽ താഴെ തട്ടിലിരിക്കുന്നവരുടെ ജീവിതത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അവരുടെ സ്ട്രഗിൾസിനെ കുറിച്ച് ഐഡിയ ഇല്ല. പക്ഷെ ഈഗോൺ ഈ റിക്വസ്റ്റിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു കുട്ടി അതിന്റെ റിലേറ്റീവ്സിന്റെ തോന്നുന്നു ഡെഡ് ബോഡിയുടെ അടുത്ത് ഇരുന്ന് കളിക്കുന്നതായിട്ടൊക്കെ ഈഗോൺ കാണുന്നുണ്ട്. മേ ബി ത്രൂ ഔട്ട് ദി സീരീസ് ഏറ്റവും കൂടുതൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ പോകുന്നത് ഈഗോൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഡെയ്മനെ കുറിച്ച് പറയുമ്പോൾ ഡെയ്മൻ ഈ എപ്പിസോഡിൽ വെയിലിലേക്ക് എത്തിയിട്ടുണ്ട്, റെനീറ പറഞ്ഞു വിട്ടിട്ട് സ്വർണം ചോദിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഡെയ്മണും ലേഡി ജെയിനും തമ്മിലുള്ള ബാർഗെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ സീനിൽ പ്രതീക്ഷിച്ചിരുന്നത് ലേഡി ജെയിൻ റെയ്നയെയും ഷീപ്പ് സ്റ്റീലറിനെയും കുറിച്ചിട്ട് ഡെയ്മനോട് പറയുന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനെ കുറിച്ചൊന്നും ലേഡി ജെയിൻ പറഞ്ഞില്ല. ലേഡി ജെയിൻ ഡെയ്മണ് സ്വർണം കൊടുത്ത് വിടുകയായിരുന്നു ചെയ്തത്. പക്ഷെ കറാക്സിസ് ഷീപ്പ് സ്റ്റീലറിന്റെയും റെയ്നേന്റെയും പ്രസൻസ് മനസ്സിലാക്കുകയും കറാക്സിസ് ഡെയ്മൺ പറഞ്ഞത് കഥ ഡെയ്മനെയും കൂട്ടിയിട്ട് ഷീപ്പ് സ്റ്റീലർ ഇരിക്കുന്ന ഗുഹയുടെ അവിടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം അതില് റെയ്ന ടോട്ടലി ഓറ ഫോം ചെയ്യുകയാണ് ഷീപ്പ് സ്റ്റീലറിനെ വെച്ചിട്ട്. ആൻഡ് റെയ്നയുടെ അച്ഛനായിട്ടുള്ള ഡെയ്മണും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ഡെയ്മൺ പറയുന്നുണ്ട് റെയ്നോട് കിങ്സ് ലാൻഡിലേക്ക് എന്റെ കൂടെ തിരിച്ചു പോവാ, ഞാൻ റെയ്നിയെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ റെയ്ൻ അതിന് സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ ഷീപ്പ് സ്റ്റീലർ ഒരു വൈൽഡ് ഡ്രാഗൺ ആണ്, സോ അതിനെ ഇവിടെ ഒഴിവാക്കി പോകാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അതിന് ഷീപ്പ് സ്റ്റീലറും റെയ്നയും സമ്മതിക്കുന്നില്ല. അവസാനം റെയ്ന ഇവിടെ തന്നെ വെയിലിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷെ റെയ്ന ഇവിടെയുള്ള കാര്യം ആരോടും പറയരുതെന്ന് ഡെയ്മണോട് പറയുന്നുണ്ട്. എന്നിട്ട് റെയ്ന ഷീപ്പ് സ്റ്റീലറിന്റെ മേലെ പറന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് അന്നേരം അവിടെ വെയിലിലെ മൗണ്ടൈന് താഴത്ത് രണ്ട് ഷീപ്പിനെയും കൊണ്ട് ഒരാളെ കാണുന്നുണ്ട് ഡെയ്മൺ. അതിന്റെ അടുത്ത സീനിലായിട്ട് ഡെയ്മൻ ഒരാളുടെ തലയും കൊണ്ട് റെനീറയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മിക്കവാറും ഈ ഷീപ്പിനെയും കൊണ്ടുവന്ന ആളുടെ തല തന്നെയായിരിക്കും. എന്നിട്ട് റെനീറയോട് പറയുന്നുണ്ട് ഷീപ്പ് സ്റ്റീലറിന്റെ റൈഡറുടെ തലയാണിത്, ഷീപ്പ് സ്റ്റീലർ പറന്നുപോയി, സോ റെനീറയ്ക്ക് വേണ്ടി ഷീപ്പ് സ്റ്റീലറിന്റെ റൈഡറൊക്കെ ഒന്ന് റിവെഞ്ച് എടുത്തിട്ടുണ്ടെന്ന് ഡെയ്മൺ നുണ പറയുന്നുണ്ട്. ആൻഡ് മിസേരിയ ഇത് വിശ്വസിക്കുന്നില്ല. പിന്നെ ഡെയ്മൺ കൊണ്ടുവന്ന ഗോൾഡ് അവിടെയുള്ള സ്മോൾ ഫോക്സിന് കൊടുക്കാൻ വേണ്ടി മിസേരിയ പറയുന്നുണ്ട്. പക്ഷെ അത് പറ്റില്ല, ഗോൾഡ് ക്ലോക്കിന് കൊടുക്കണം, അവർക്ക് സാലറി കൊടുക്കണം എന്ന് ഡെയ്മൺ പറയുന്നുണ്ട്. പക്ഷെ ഗോൾഡ് ക്ലോക്കിന് ഇപ്പൊ വെയിറ്റ് ചെയ്യാം, അത് തൽക്കാലം ഇപ്പൊ സ്മോൾ ഫോക്കിനാണ് കാശിന്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് റെനീറ മിസേരിയയുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഈ റെനീറയുടെ കൗൺസിലിൽ എപ്പോഴും ഈ ഡെയ്മണും മിസേരിയയും തമ്മിൽ കോൺസ്റ്റന്റ് ആർഗ്യുമെന്റ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. മോസ്റ്റ് ഓഫ് ദ ടൈം മിസേരിയയുടെ വാക്കാണ് റെനീറ എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത ഉൾഫ് വൈറ്റിന്റെ ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ ഉൾഫ് വൈറ്റ് ഈ ഡ്രാഗണിലേക്ക് കിട്ടിയ സന്തോഷത്തിലും കിങ്സ് ലാൻഡിലേക്ക് തിരിച്ചെത്തിയ സന്തോഷത്തിലും ഉൾഫ് വൈറ്റിന്റെ പഴയ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് ടേവൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ടേവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ ബാറാണ്. അവിടെ പോയി ഉൾഫ് വൈറ്റിന്റെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഒബ്വിയസ്ലി ഉൾഫ് വൈറ്റിന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ടാവും, ഓക്കെ ഇപ്പം ക്യൂവിന്റെ അടുത്ത ആളല്ലേ, സോ അവര് കുറച്ച് ഫേവർ ക്യൂവിനോട് ചോദിക്കുന്നുണ്ട്. അതിന് ഉൾഫ് വൈറ്റ് അതൊക്കെ വന്നിട്ട് റെനീറയുടെ അടുത്ത് പറയുന്നുണ്ട്. സോ റെനീറ അപ്പം പറയുന്നത് ഉൾഫ് വൈറ്റ് അങ്ങനത്തെ സ്ഥലത്തൊന്നും പോകാൻ പാടില്ല, അവിടെ പോയി ഇനിയിപ്പം ഗ്രീൻസിന്റെ ആരെങ്കിലും ഉൾഫ് വൈറ്റിനെ അവിടെ നിന്ന് ഉപദ്രവിച്ചാൽ എനിക്കൊരു ഡ്രാഗൺ നഷ്ടപ്പെടും. സോ ഉൾഫ് വൈറ്റ് ഇനി മദ്യപിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ് കീപ്പ് തന്നെ അറേഞ്ച് ചെയ്യാം, പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആകെ ഡ്രാഗൺ പിറ്റിലേക്ക് മാത്രം പോവാ, അല്ലാത്ത സമയത്തൊക്കെ ഒരു എസ്കോർട്ട് കൂടെ നടക്കണം എന്ന് ഉൾഫ് വൈറ്റിനോട് പറയുന്നുണ്ട്. ഉൾഫ് വൈറ്റ് ആകെ ഡിസപ്പോയിന്റഡ് ആവുന്നുണ്ട് കേൾക്കുമ്പോൾ. ഇനി ഉൾഫ് വൈറ്റിന്റെ കഥ പറയുമ്പോൾ ഉൾഫ് വൈറ്റ് ബുക്കിലുള്ള പോലെയല്ല. ഉൾഫ് വൈറ്റ് കുറച്ചും കൂടി പാവമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ബുക്കിലുള്ള ഉൾഫ് വൈറ്റ് കുറച്ചും കൂടി ഗ്രീഡി ആയിട്ടാണ്. പിന്നെ ഹ്യൂ ഹാമറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഹ്യൂ ഹാമർ ടംബിൾട്ടൺ ഗ്രീൻസ് പിടിച്ചെടുത്ത കാര്യം അറിഞ്ഞിട്ട് ഹ്യൂ ഹാമർ റെനീറയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ടംബിൾട്ടണിലേക്ക് പെട്രോളിംഗ് ഹ്യൂ ഹാമർ നടത്തിക്കോളാം എന്ന് ഹ്യൂ ഹാമർ പറയുന്നുണ്ട്. എന്റെ റെനീറ അത് അഗ്രി ചെയ്യുന്നുണ്ട്. അതേപോലെ ഉൾഫ് വൈറ്റിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ഉൾഫ് വൈറ്റ് റെനീറയോട് പറയുന്നുണ്ട് സിറ്റിയിൽ പല ഭാഗത്തും ക്യൂൻ ഓഫ് ബാസ്റ്റേഡ്സ് എന്ന റെനീറയെ കുറിച്ച് എഴുതി വെച്ചതായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന റെനീറ ആകെ ഡിസപ്പോയിന്റഡ് ആവുന്നുണ്ട്. അതുകൂടെ തന്നെ റെനീറ ഗോൾഡ് ക്ലോക്സിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഇത് ആരാ ചെയ്തെന്ന് വെച്ചാൽ അവരെ ശിക്ഷിക്കാനും വേണ്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിൽ ഒരു സീനിൽ ഗോൾഡ് ക്ലോക്സ് നൈറ്റിൽ ഇതുപോലെ ക്യൂൻ ഓഫ് ബാസ്റ്റേഡ്സ് എഴുതി വെച്ച ബിൽഡിങ്ങിലുള്ള ആളുകളെയൊക്കെ പിടിച്ച് അടിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അതിന് ഭയങ്കര വയലന്റ് ആയിട്ടാണ് അടിക്കുന്നത്. മേ ബി മുന്നത്തെ സീനില് ഡെയ്മൺ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് ക്ലോക്സിന് അവരുടെ സാലറി ഒന്നും കിട്ടുന്നുണ്ടാവില്ല, അതിന്റെ ഫ്രസ്ട്രേഷൻ കൂടിയായിരിക്കും ചിലപ്പോൾ അവർ കാണിക്കുന്നത്. പിന്നെ അടുത്തൊരു സീനിലായിട്ട് റെനീറ ആലിസനെ കാണാൻ വരുന്നുണ്ട്. ആൻഡ് റെനീറ ആലിസനെ ഇൻഫോം ചെയ്യുന്നുണ്ട് ഓട്ടോ ഹൈ ടവറിന് റിമെയിൻസ് ഓൾഡ് ടൗണിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. ആൻഡ് ഓട്ടോ ഹൈ ടവറിന്റെ ഒരു മോതിരം ഉണ്ട്, അത് റെനീറ ആലിസന് കൊടുക്കുന്നുണ്ട്. മേ ബി ഒരു മെമ്മറിക്ക് വേണ്ടി കീപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കാം. ആൻഡ് ഇത് കഴിഞ്ഞ് റെനീറ പുറത്തു പോകുമ്പോൾ ഹെലീന ആലിസന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആൻഡ് സീൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഹെലീന
ഡെയ്റന് പ്രഗ്നന്റ് ആണെന്നുള്ളതാണെന്ന് തോന്നുന്നു. അത് ഓപ്പൺ ആയിട്ട് അതിൽ പറയുന്നില്ല, പക്ഷെ ആ സീനിന് റീഡ് ചെയ്ത് കിട്ടിയത് അങ്ങനെയാണ്. പിന്നെ ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ സീനുകളെല്ലാം ഓർമണ്ട് ഹൈറ്റവറിന്റെയും ഡെയ്റൻ ടാർഗേരിയനും ഒന്നിച്ചുള്ള സീനുകളാണ്. ആൻഡ് ഈ സീനുകളെല്ലാം ഇന്റൻഷനലി ലാസ്റ്റിലേക്ക് പറയാന്ന് വെച്ചതാണ്. കാരണം ഈ എപ്പിസോഡ് 4ന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഓർമണ്ട് ഹൈറ്റവറിന്റെയും ഡെയ്റൻ ടാർഗേരിയന്റെയും ക്യാരക്ടർ ഷോക്കേസ് ആണ്. സോ ഇനീഷ്യലി നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത് ഓർമണ്ട് ഹൈറ്റവർ ഭയങ്കര കാമായിട്ട് ആളുകൾ ഇടപെടുന്ന ഓർമണ്ട് ഹൈറ്റവറിനെയാണ് കാണുന്നത്. ആൻഡ് ഈ എപ്പിസോഡിന്റെ ഒരു മിഡ് വേ പോർഷന്റെ അകത്ത് ഹൈറ്റവർ ആർമിയിലുള്ള ഒരു സോൾജിയർ ഗാരിക് ഓഫ് വൈറ്റ് ഗ്രൂവ് യുഹാമറിന്റെ വൈഫായ കാറ്റിനെ റേപ്പ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കാറ്റിന്റെ ബ്രദറിന്റെ വൈഫ് അത് തടയാൻ നോക്കുകയും കാറ്റിന്റെ സിസ്റ്റർ ഇല്ലോന്റെ കൈ ഈ സോൾജിയർ പൊട്ടിക്കുന്നുണ്ട്, എല്ല് പൊട്ടിക്കുന്നുണ്ട്. ആൻഡ് അവർ ഈ പരാതിയും കൊണ്ട് ഓർമണ്ട് ഹൈറ്റവറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഓർമണ്ട് ഹൈറ്റവർ അവിടുന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട്, നോർമലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ പിടിച്ചടക്കി സിറ്റിയാണ്. സോ ഒരു ലീഡർ അവരുടെ സോൾജറെ കൂടെ നിൽക്കേണ്ടതിന് പകരം ഓർമണ്ട് ഹൈറ്റവർ ഈ സോൾജറെ പണിഷ് ചെയ്യുന്നു. ഈ സോൾജറുടെ ഒരു കൈയും ഇതേപോലെ പൊടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. സോ ഈ സീനിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമണ്ട് ഹൈറ്റവർ ഭയങ്കര നോബിൾ ആയിട്ടുള്ള ഒരാളായിട്ടാണ് തോന്നുക. പക്ഷെ പിന്നെ അടുത്തൊരു സീനിൽ ഓർമണ്ട് ഹൈറ്റവർ നേരത്തെ പറഞ്ഞ സ്പ്രേയുടെ കുപ്പി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരൻ ഹെല്ലിൽ നിന്ന് സെർഗെയിന് അയച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, എയ്മൺ ടാർഗേരിയൻ ആരൻ ഹെല്ലിൽ ഇല്ലെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഓർമണ്ടിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഓർമണ്ട് കൺട്രോൾ ആകെ പോയിട്ട് ഓർമണ്ട് വയലന്റ് ആയിട്ട് അവിടുന്ന് ബിഹേവ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ എപ്പിസോഡിൽ ലാസ്റ്റ് സീനിലേക്ക് വരുമ്പോൾ ഓർമണ്ട് ഹൈറ്റവർ നേരത്തെ പറഞ്ഞ കാറ്റിന്റെ ബ്രദറിന്റെ, അതായത് ഹ്യൂഹാമറിന്റെ വൈഫിന്റെ ബ്രദറിനെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. പിടിച്ചു കൊണ്ടുവന്നിട്ട് റീസൺ പറയുന്നത് ഹൈറ്റവർ സോൾജറിന്റെ മേലെ ഇയാള് കൈവച്ചിട്ടുണ്ട്. സോ അത് നമ്മളുടെ എല്ലാവരും മേലെ കൈവച്ച പോലെയാണ്, എല്ലാ സോൾജേഴ്സും നമ്മുടെ ഒരു എക്സ്റ്റൻഷൻ ആണ്. സോ അതിനുള്ള പണിഷ്മെന്റ് ഇയാൾക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഡെയറിനോട് പറയുന്നത്. അതിന് കൂടെ തന്നെ ഓർമണ്ട് ഹൈറ്റവറിന് ടർഗേറിയൻസിനോടുള്ള ഒരു ഹെയ്റ്റും പറയുന്നുണ്ട്. ഓർമണ്ട് ഹൈറ്റവർ പറയുന്നുണ്ട് ടർഗേറിയൻസ് ഒരു സാവേജ് റേസ് ആണെന്നും ഹൈറ്റവർ മെൻ ടർഗേറിയൻസിനെക്കാളും മേലെയാണെന്നും പറയുന്നുണ്ട്. ആൻഡ് വിത്തൗട്ട് ഡ്രാഗൺ ടർഗേറിയൻസ് ഒന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സീനിൽ വേറൊരു കാര്യം നോട്ടീസ് ചെയ്യാനുള്ളത്, ഡെയറൻ ടാർഗേറിയന്റെ ഡ്രാഗൺ ആയിട്ടുള്ള ടെസേറിയന് ഓർമണ്ട് ഹൈറ്റവറിനെ ഒട്ടും ഇഷ്ടമല്ല എന്ന് കാണിക്കുന്നുണ്ട്. ഓർമണ്ട് ഹൈറ്റവർ ഡെയറിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ടെസേറിയൻ ഓർമണ്ടിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഓർമണ്ടിന് ആ ഒരു ഹെയ്റ്റ്രഡ് ഡ്രാഗൺസിനോടും അതേപോലെ ടർഗേറിയൻസിനോടും ഉണ്ട്. അതുകൂടാതെ തന്നെ ഡെയ്റൻ ഓർമണ്ടിന് ഒരു ഫാദർ ഫിഗർ പോലെയാണ് കാണുന്നത്. ആൻഡ് ഡെയ്റനെ നിർബന്ധിച്ചിട്ട് കേറ്റിന്റെ, അതായത് ഹ്യൂഹാമറിന്റെ വൈഫായ കേറ്റിന്റെ ബ്രദറിനെ കൊല്ലിക്കുന്നുണ്ട്. ആൻഡ് ത്രൂ ഔട്ട് ഈ ഷോയിൽ നോക്കുമ്പോൾ നമ്മൾ ഇനീഷ്യൽ ഫേസിൽ ഭയങ്കര കാമും ഭയങ്കര ജനറസും ആയിട്ടുള്ള ഓർമണ്ട് ഹൈറ്റവറിനെയാണ് കാണുന്നതെങ്കിൽ എപ്പിസോഡിന്റെ ലാസ്റ്റിലേക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്രൂവൽ ആയിട്ടുള്ള ഒരു ഓർമണ്ട് ഹൈറ്റവറിനെയാണ് കാണുന്നത്. സോ ഒരു ക്രൂവൽ മാനിപ്പുലേറ്റീവ് ഹിപ്പോക്രേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഓർമണ്ട് ഹൈറ്റവർ. സോ പുള്ളി തന്നെയായിരിക്കും ഇപ്പം കറന്റ്ലി ഇപ്പോഴത്തെ സിനാരിയോയിലുള്ള മെയിൻ വില്ലൻ. പിന്നെ ഈ ഹൈറ്റവേഴ്സിന് ടർഗേറിയൻസിനോടുള്ള ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ ടർഗേറിയൻസിനെക്കാളും മേലെയാണെന്ന് പറയുന്ന ഒരു കാര്യം ഇത് ഓർമണ്ടിൽ മാത്രമല്ല, അത് ഓട്ടോയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓട്ടോ ഹൈറ്റവറിന് വിസേരിയസിനെ അല്ലാതെ, അല്ലെങ്കിൽ വിസേരിയസിന് മുമ്പ് ഉണ്ടായിരുന്ന കിങ്ങിനെ അല്ലാതെ ഡെയ്മണിയോ അല്ലെങ്കിൽ റെനീറയോ ഒട്ടും വിലയില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു എപ്പിസോഡിന്റെ അകത്ത് ആലിസന്റിനോട് റെനീറ ചോദിക്കുന്നുണ്ട് ഡെയറൻ ടാർഗേറിയനെ ഓൾഡ് ടൗണിലേക്ക് അയച്ച സമയത്ത് അത് പെയിൻഫുൾ ആയിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആലിസന്റ് പറയുന്നത് ഞാനായിട്ട് എടുത്ത തീരുമാനമാണ്. കാരണം ആലിസന്റെ ബാക്കിയുള്ള 2 ആൺകുട്ടികളായിട്ടുള്ള എയ്മണ്ടും എയ്ഗോണും ഒട്ടും നല്ല സ്വഭാവമുള്ള ആളുകളായിട്ടല്ല വളർന്നിട്ടുള്ളത്. സോ ഡെയറനെ ഒരു ഹൈറ്റവർ ആക്കി മാറ്റണം എന്നുള്ളത് ആലിസന്റിന്റെ ഡിസിഷൻ ആയിരുന്നു ആലിസന്റ് പറയുന്നുണ്ട്. സോ ഈ ഹൈറ്റവർ ഫാമിലിക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഐഡിയോളജി ആണെന്ന് തോന്നുന്നു. അവര് ബാക്കിയുള്ള ഹൗസസിനേക്കാളും എല്ലാം ഉയർന്ന ആളുകളാണെന്നുള്ളത്. അതുപോലെ തന്നെ വിട്ടുപോയൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഇനീഷ്യൽ സീനുകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, ലോർഡ് ഫൂട്ട്ലിയോട് സംസാരിക്കുമ്പോൾ ഓർമണ്ട് ഹൈറ്റവർ പറയുന്നുണ്ട് മൈ പർപ്പസ് ഈസ് ടു റീസ്റ്റോർ റൈറ്റ്ഫുൾ ലൈൻ ടു ദ അയൺ ത്രോൺ എന്ന്. സോ ഇത് എയ്ഗോണിനോ അല്ലെങ്കിൽ എയ്മണ്ടിനോ അടുത്ത രാജാവാക്കാനുള്ള പ്ലാൻ അല്ല ഓർമണ്ട് ഹൈറ്റവറിനുള്ളത്, മറിച്ച് ഡെയ്റനെ അടുത്ത രാജാവാക്കാനുള്ള പ്ലാനാണ്. ഡെയ്റൻ അടുത്ത രാജാവായി കഴിഞ്ഞാൽ ഓർമണ്ട് ഹൈറ്റവറിനെ തന്നെ ഡെയ്റനെ ഒരു പെപ്പറ്റ് കിങ് ആക്കി വെച്ചിട്ട് ഭരിക്കാം എന്നുള്ള പ്ലാനും കൊണ്ടാണ് ഓർമണ്ട് ഹൈറ്റവർ നടക്കുന്നത്. സോ അതുകൊണ്ടാണ് പറയുന്നത് ഓർമണ്ട് ഹൈറ്റവർ ഒരു ക്രൂവൽ മാനിപ്പുലേറ്റീവ് ഹിപ്പോക്രേറ്റ് ആണെന്ന്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.